ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കി അത് കൽക്കണ്ടാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലല്ല നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ്. നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുവന്നത്? എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കിട്ടി? MDMA എന്ന് പറഞ്ഞ് കോഴിക്കോട് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത് കൽക്കണ്ടം. കാസർഗോഡ് സ്വദേശി ബിജു, കണ്ണൂർ സ്വദേശി മണികണ്ഠൻ എന്നിവർ 5 മാസം ജയിലിൽ കിടന്ന ശേഷമാണ് രാസപരിശോധനാ ഫലം വന്നത്. എന്റെ സുഹൃത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടെയ്നർ ലോറി ഒന്നിച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ മംഗലാപുരത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ അവന്റെ കുട്ടികൾക്കുള്ള ആവശ്യാർത്ഥം മേടിച്ചൊരു 100 ഗ്രാം കൽക്കണ്ടം അവന്റെ കയ്യിലുണ്ട്. ചാവടിക്കാണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ ഡിവൈഡർ കയറി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് സംഗതി 5-6 പേര് വന്നു. പിന്നെ ലുങ്കി നമ്മൾ സാധാരണ സിവിലിൽ വന്നിട്ട് സംഗതി പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ഞങ്ങൾ സ്ക്വാഡാണ്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കാഞ്ഞങ്ങാട് കീശാലിനാണ് ചോദിച്ചു. ഞാൻ 2 കീശാലൊന്നും ഇല്ലായിരുന്നു. അവന്റെ കീശാലിനാണ് ചോദിച്ചു. ഞാൻ എനിക്കറിയില്ല. അപ്പൊ ഇവര് പരിശോധിക്കുമ്പോൾ സംഗതി നമ്മളെ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കിയുള്ളത് 58 ഗ്രാം സാധനമുണ്ട്. അവർ തൂക്കി നോക്കുമ്പോൾ അങ്ങനെയാണ്, അത് മാസ്റ്ററിലുണ്ട്, FIR-ലുണ്ട്. ഞാൻ പറഞ്ഞു സാറേ അത് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ചതിന്റെ ബാക്കി അത് കൽക്കണ്ടാണ് അത് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്. അല്ലല്ല ഇത് നിങ്ങൾ ആർക്ക് കൊടുക്കാണ്ട് കൊണ്ടുപോകുന്നത്? എവിടെ നിന്ന് കിട്ടി? അങ്ങനെ കിട്ടി? പിന്നെ അപ്പൊ തന്നെ സ്പോട്ടിൽ ആങ്ങപ്പെട്ടു, മൊബൈൽ മേടിച്ചു, സ്വച്ഛപ്പാക്കി. നിങ്ങളുടെ കയ്യിലുള്ള സാധനം MDMA ആണ് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ ജയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയുന്നത്. ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ കഴിച്ചതാണല്ലോ, ഇതിന് മധുരം, ഞങ്ങൾ കഴിച്ചപ്പോൾ മധുരമാണ്. ജയിലിൽ ചെന്നപ്പോൾ ജയിലിലുള്ള കൂട്ടാളികളാണ് പറയണത് ഇത് ഒറിജിനൽ കയ്പാണ്, ഇത് നിങ്ങൾ തിന്നത് കലക്കണം തന്നെ. ഞാൻ പറഞ്ഞു ഞങ്ങൾ കഴിച്ച് കലക്കണം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പോലീസുകാരോട് പോലീസ് എന്ത് ചെയ്തു ഒന്നും ചോദിച്ചൊന്നുമില്ല, ഒരു കാര്യം ചോദിച്ചില്ല. ഇത് എവിടുന്ന് കിട്ടി, ആര് തന്നു, എവിടെ കൊടുക്കണം, അതാണ് ഒറ്റ ചോദ്യം, വേറൊന്നുമില്ല. ഇനി നിങ്ങൾ പുള്ളി പത്താൻ ഓടാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് 2 പേരെ കൈ കാങ്ങപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? ആരോട് എന്ത് പറയാനാ? ഇവരോട് പറഞ്ഞവർ കേൾക്കുന്നില്ല. 13-ാം ദിവസം ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയപ്പോൾ മജിസ്ട്രേറ്റോടും പറഞ്ഞു സാറേ ഞങ്ങളത് അതൊന്ന് ലാബ് റിപ്പോർട്ട് പെട്ടെന്ന് തരാമോ, അത് ഞങ്ങൾ സ്ഥാനം കലക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആരും ഞങ്ങൾ പറഞ്ഞ ആരും കേൾക്കാൻ കൂട്ടാക്കിയില്ല. അപ്പം ഞാനിപ്പോൾ എന്താ പറയണ്ടേ? അങ്ങനെ 151 ദിവസം പുള്ളി കിടക്കേണ്ട വന്നു. ആ നാട്ടുകാരുടെ മുമ്പിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളല്ലേ ഞാൻ, വിൽപ്പനക്കാരനായി. പേപ്പറിലുള്ള ഇത് ഇവിടെ പേപ്പറിലെല്ലാം വന്നത് സംഗതി കഴിഞ്ഞാൽ ഞാൻ കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെ കോളേജ് സ്കൂൾ തലത്തിൽ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്ന ആളാന്നുള്ളതല്ലേ. എന്നാ ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒന്ന് മാലക്കല്ലേക്ക് ഒന്ന് പോയപ്പോൾ തന്നെ ബസ്സിൽ കയറിയപ്പോൾ എന്നെ അറിയുന്ന കൂട്ടുകാർ 3 പേര് അടുത്തു. എന്നെ കണ്ടപ്പോൾ തന്നെ അവർ തിരിഞ്ഞെന്നെ മോൻ കളഞ്ഞു. എന്തൊരവസ്ഥ എന്നാലും ചോദിക്കും. എനിക്ക് സങ്കടം. ഞാനിപ്പോൾ 5 മാസം ഉള്ളിൽ കിടന്ന സംഗതിയില്ല. അമ്മയ്ക്ക് നടക്കാൻ പോലും മേല. 75-76 വയസ്സായി. 1 കിലോ അരി മേടിച്ചുകൊണ്ട് കൈ തൂക്കി പിടിച്ച് കയറാൻ പറ്റില്ല. അമ്മയ്ക്ക് നടക്കാൻ പോലും മേല. ഈ 5 മാസം ഒറ്റയ്ക്ക് അമ്മ കടന്നില്ലേ. പള്ളിയിലെ ഇടവകയിലൊക്കെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ടാകും. ദിവസങ്ങൾ ചെല്ലും തോറും പേടിയായി വരുവായി. 10 വർഷം 12 വർഷം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴത്തേക്കും പേടിയായിരുന്നു. കാണാനൊക്കെ എന്നുള്ള പേടിയുണ്ടായിരുന്നു. മരിക്കുമ്പോൾ വരുവോ ഇല്ലോ പേടിയുണ്ടായിരുന്നു. അവനോട് വിളിച്ചപ്പോൾ പറഞ്ഞു മരിക്കുമ്പോൾ നീ നാണം കടാതിന് വരണ്ടെന്ന് പറഞ്ഞു. ആൾക്കാർ പരിഹസിക്കല്ല, അത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞു. അതിനുശേഷം പിന്നെ വിളിച്ചില്ല.